വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ CTET 2025 CTET എക്സാമിനെ കുറിച്ചാണ്. അതായത് CTET എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ എന്നാകും, എക്സാം എന്നാകും, അതിൻ്റെ സിലബസ് എന്താണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, എന്താണ് CTET കൊണ്ടുള്ള ഉപയോഗങ്ങൾ, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റ് എക്സാമുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് CTET സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ അവർ പുതിയ അപ്ഡേഷൻസ് ഒന്നും തന്നിട്ടില്ല. പക്ഷെ അവിടുത്തെ മീറ്റിങ്ങുകളിലും കാര്യങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞ കുറച്ച് വിവരങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിലവിൽ ലാസ്റ്റ് ഇവിടെ നിന്ന് കാണാൻ പറ്റും പബ്ലിക് നോട്ടീസ് എന്ന് പറയുന്നത് CTET 2024 റിസൾട്ടിനെ കുറിച്ചാണ്. പബ്ലിക് നോട്ടീസ് ഓൺ റിസൾട്ട് CTET December 2024. The result of 20th edition of Central Teacher Eligibility Test conducted by Central Board of Secondary Education on 14th and 15th December 2024 has been declared on 8/1/2025. Okay, and available at the CTET website that കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പബ്ലിക്കേഷൻ ആണ് 2025 8/1/2025 അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ റിസൾട്ട് അനുസരിച്ച് അതിൻ്റെ ഒരു റിസൾട്ട് ക്ലാരിഫിക്കേഷൻ ഇവിടെ നിന്ന് കാണാൻ പറ്റും. മൊത്തം പേപ്പർ 1 രജിസ്റ്റർ ചെയ്യുന്നത് 6,86,197 പേരാണ് അപ്പിയർ ചെയ്തത്, രജിസ്റ്റർ ചെയ്തത്. അതിൽ അപ്പീഡ് ചെയ്ത കാൻഡിഡേറ്റ്സ് 5,72,489 പേരാണ് പരീക്ഷ എഴുതിയത്. അതിൽ ക്വാളിഫൈഡ് ആയിരിക്കുന്നത് 1,38,389 പേരാണ്. ഓക്കെ, 5 ലക്ഷം, ഏകദേശം 6 ലക്ഷം പേരോളം എഴുതിയത് 1.5 ലക്ഷം പേരോളം മീൻസ് പാസ്സായിട്ടുണ്ട്. പേപ്പർ 2ലേക്ക് 13,62,884 പേരാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പിയർ ചെയ്തത് 11,36,087 പേര്. അതിൽ പാസ്സായിരിക്കുന്നത് 1,39,888. ഏകദേശം രണ്ടും പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒക്കെ ഏകദേശം ഒരേ പെർസെൻറ്റേജിലാണ് പാസിങ് വന്നിരിക്കുന്നത്. ചെറിയ വ്യത്യാസം 38, 39 വന്നു. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം നമ്മൾ കേട്ടിട്ടിനെ പോലെയല്ല, ഇത്രത്തോളം എന്താ പറയുക, പാസിങ് പെർസെൻറ്റേജ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഏകദേശം നമ്മുടെ കേട്ടിട്ട് പറയുന്നത് പോലെ 1-2% അല്ല, ബൾക്ക് പെർസെൻറ്റേജ് സ്റ്റുഡൻസ് ആപ്ലിക്കൻസ് പാസ് ആകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് എൻ്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എൻ്റെ ആയിട്ടുള്ളൊരു ന്യൂസ്, പബ്ലിക് ന്യൂസ് എന്ന് പറയുന്നവർ ഇട്ടിരിക്കുന്നത്, CTET ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അടുത്ത നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CTET 2025 അവരുടെ മീറ്റിങ്ങിൽ നിന്നും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മീറ്റിങ്ങിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് 2025 ഏപ്രിൽ മാസം വിളിക്കും. ഏപ്രിൽ മിഡിലോട് കൂടിയോ ഏകദേശം 2nd 3rd വീക്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും, ഓക്കെ, ഏപ്രിൽ 2nd വീക്കിൽ ഇതിൻ്റെ എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും അത് കഴിഞ്ഞിട്ട് ജൂലൈയോടുകൂടി എക്സാം നടക്കും. ജൂലൈയോടുകൂടി എക്സാം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അതിൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം CTET ജൂലൈ, ഓക്കെ, അപ്പം ഏപ്രിൽ മാസത്തില് ഏപ്രിൽ 2nd or 3rd വീക്കിൽ നോട്ടിഫിക്കേഷൻ വിളിക്കുമെന്നും, ഓക്കെ, ജൂലൈ 1st or 2nd വീക്കിൽ എക്സാം കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആരറിയിക്കുന്നത്? ഒഫീഷ്യലായിട്ട് പറയാൻ കഴിയുന്നത് അങ്ങനെയാണ്. ജൂലൈയിൽ എക്സാം മസ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഏപ്രിലിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ്. ഓക്കെ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ കാണുന്നവർ എന്ത് ചെയ്യുക, CTET എഴുതാൻ ഉദ്ദേശിക്കുന്നവർ അത് ഫുള്ള് കാണുക, സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇനി എഴുതാൻ ആഗ്രഹിക്കുന്നവരിലേക്ക്, എത്തിപ്പെടാത്തവരിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ വിളിച്ചോ ചോദിക്കാം. അതുകൂടാതെ തന്നെ വിളിച്ചു ചോദിക്കാനുള്ള നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയൊക്കെ ഈ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക.
അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന്റെ അടുത്ത കാര്യത്തിലേക്ക് ഞാൻ വരാം. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇപ്പൊ നമ്മുടെ സാധാരണ ടീച്ചർ വേക്കൻസിക്കാണല്ലോ സീറ്റ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ PSCയുടെ ഏജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ആ ഒരു ഏജ് ക്ലാസിഫിക്കേഷൻ അല്ല സെൻട്രൽ ഗവൺമെന്റ് ടെസ്റ്റ് എഴുതുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റിലെ KVS ആയാലും അല്ലെങ്കിൽ NVS എക്സാം ആയാലും അല്ലെങ്കിൽ EMRS ഏകലവ്യ മെമ്മോറിയൽ, ഓക്കെ, EMS ആയാലും AES ഓക്കെ, അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന EAS ആയാലും അല്ലെങ്കിൽ ആർമി പബ്ലിക് സ്കൂൾ ആയാലും ഓക്കെ, അല്ലെങ്കിൽ സൈനിക സ്കൂൾ ആയാലും ഓക്കെ, സൈനിക സ്കൂൾ ആയാലും ഇതിന്റെ എല്ലാം വേക്കൻസികൾ ഇഷ്ടംപോലെ ബൾക്ക് പോസ്റ്റാണ് വിളിക്കുന്നത്. ഈ വേക്കൻസികളൊക്കെ വരുമ്പോൾ തന്നെ അവിടെ മാൻഡേറ്ററി ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ CTET എന്ന് പറയുന്ന ആളാണ്. ഈ CTET ആണ് അവിടെ എപ്പോഴും മാൻഡേറ്ററി ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം നോർമലായിട്ട് സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റ് എഴുതാനുള്ള ഏജ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചപ്പോൾ PRT എഴുതുന്നതിന് 30 ഇയർ ആണ്. ഓക്കെ, PRT എന്ന് പറയുന്നത് 30 ഇയർ ആണ്. അതുപോലെ തന്നെ TGT ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ആണെങ്കിൽ 35 ഇയർ ആണ്. അതുപോലെ PGT എന്ന് പറയുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ആണെങ്കിൽ 40 ഇയർ ഓൾഡ് ആണ്. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഏജ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി, ഇതില് ജനറൽ ആയിട്ടുള്ളവരാണ് പറഞ്ഞത്. ഇതിൽ പ്ലസ് 3 വർഷം OBCക്കും കിട്ടും, പ്ലസ് 5 ഇയർ SC/STക്കും കിട്ടും. ഓക്കെ, 5 ഇയർ SC/STക്കും 3 ഇയർ OBCക്കും ലഭിക്കും. അങ്ങനെയാണെങ്കിൽ 33, 38, 43 ഇങ്ങനെ OBC. SC ആണെങ്കിൽ 35, 40, 45 SC. ഇത് കൂടാതെ ഈ സെൻട്രൽ ഗവൺമെന്റ് ഈ മുകളിൽ പറഞ്ഞ ഏജൻസികളിൽ പരീക്ഷ എഴുതുന്നവർക്ക് ഗേൾസ് ആണെങ്കിൽ, ലേഡീസ് ആണെങ്കിൽ 10 ഇയർ എക്സ്ട്രാ കിട്ടും, 10 വർഷം എക്സ്ട്രാ കിട്ടും ഇതിന്റെ കൂട്ടത്തിൽ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു OBCയിൽ പെട്ട അല്ലെങ്കിൽ SCയിൽ പെട്ട ഒരാൾക്ക്, ഒരു ലേഡി ആണെങ്കിൽ അവർക്ക് PRT എഴുതാൻ 30 + 40 + 43 വയസ്സ് വരെ എഴുതാം. ഇനി ഒരു PGT ക്വാളിഫൈഡ് ആയിട്ടുള്ളതാണെങ്കിൽ എത്ര, 40 + 50 53 വയസ്സ് വരെ എഴുതാം. അപ്പൊ നമ്മൾ ആലോചിക്കുക, തീരുമാനം എടുക്കുക, CTET വേണമോ വേണ്ടേ എന്നുള്ളത്. അതായത് ഏജ് ഓവർ ആയിരിക്കുന്നവര്, CTET ക്വാളിഫൈഡ് അല്ലാത്തവര്, മീൻസ് PG ഉള്ളവർക്കും TGT എഴുതണമെങ്കിൽ എന്ത് വേണം, CTET വേണം. ഇനി PGT എഴുതാനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ട, CTETന്റെ ആവശ്യമില്ല. PGT എഴുതാനാണെങ്കിൽ CTET വേണ്ട. ഓക്കെ, PGT എഴുതാനായിട്ട് ഉള്ളി PG + B.Ed മതി. 50% മാർക്കോട് കൂടിയുള്ള PG + B.Ed മതി. TGTക്ക് ആണെങ്കിലാണ്, TGT എഴുതുന്നതിനാണ് എന്ത് വേണ്ടത്, TGT പോസ്റ്റ് എഴുതുന്നതിനാണ് CTET 2ഉം PRT എഴുതുന്നതിനാണ് CTET 1ഉം വേണ്ടത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഏജ് ഓവറായി ഇരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും CTET ഒക്കെ എഴുതാൻ സാധിക്കുന്നവർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോയി, CTETന് ഏജ് ക്രൈറ്റീരിയ ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് പോയിട്ട് പഠിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആണ്. CTET എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് വരാൻ പോകുന്ന KVS ഉൾപ്പെടെയുള്ള NVS ഉൾപ്പെടെയുള്ള മുകളിൽ പറഞ്ഞ എല്ലാ ഏജൻസികളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ഓവറായി പോയി PSC അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല എന്നൊന്നും വിചാരിച്ചിരിക്കണ്ട. ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, B.Ed കഴിഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ, DLED കഴിഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതാനായിട്ട് ഇത് ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകും. അപ്പം ഇതാണ് മുൻകൂട്ടി പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിനൊക്കെ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് CTETന്റെ അഡ്മിഷൻ നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. CTET അതുപോലെ തന്നെ നമ്മളിപ്പോ നിലവിൽ അഡ്മിഷൻ ക്ലോസ് ആകാൻ പോകുന്നത് RRB ടീച്ചറാണ്. RRB ടീച്ചറിന്റെ അഡ്മിഷൻ ഫീസ് 599 ആണ്. നമ്മൾ 50% റിഡക്ഷനോട് കൂടി 599 ആയിരുന്നു നമ്മുടെ ഫീ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ. അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസ് 999 ആണ്. ഓക്കെ, HSA ജനറൽ ബാച്ച് എന്ന് പറയുന്നത്, ജനറൽ ബാച്ച് 499. ഓക്കെ, LPUP ലോങ് ടേം എന്ന് പറഞ്ഞാൽ 299 ആണ്. അത് ഫ്രീ ബാച്ച് ആണ്. ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായും അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ, ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ CTETന്റെ അഡ്മിഷൻ, അതുപോലെ തന്നെ അടുത്ത് വരാൻ പോകുന്ന KVSന്റെ അഡ്മിഷൻ, ഇതെല്ലാം എടുക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യാം. അത് ഇല്ലാത്തവർ, ആ ലിങ്ക് കാണാത്തവരോ ഇനി അത് നോക്കാൻ പറ്റാത്തവരോ ഒക്കെ ആണെങ്കിൽ ഈ നമ്പറിലേക്ക് 77 36 75 0473 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജുകളിലൂടെ മെസ്സേജ് അയച്ചോ വിളിച്ചോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CTETുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ക്രൈറ്റീരിയ, പേപ്പർ 1, പേപ്പർ 2, മിനിമം മാർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഒന്നാമതായിട്ട് നമുക്ക് CTETന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച്, പേപ്പർ 1 പ്രൈമറി ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള, അതായത് DLED അല്ലെങ്കിൽ TTC ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള CTET 1
എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ സീറ്റെറ്റ് 1 ഉണ്ടെങ്കിൽ സീറ്റെറ്റ് 1 ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് പ്രൈമറി ടീച്ചറിന്റെ പരീക്ഷയാണ്, അല്ലെങ്കിൽ PRT ആണ് എഴുതാൻ പറ്റുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇനി നിങ്ങളൊരു കാര്യം ആലോചിക്കുക, സീറ്റെറ്റ് 1 ആൻഡ് സീറ്റെറ്റ് 2 നമ്മുടെ കേറ്ററ്റുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ കേറ്ററ്റ് 2 വരെ ഉള്ളൂ കേട്ടോ. കേറ്ററ്റ് 3 ഇതിന് ആനുപാതികമല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പം വേണ്ടത് സീറ്റെറ്റ് 1 എഴുതാനായിട്ട് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ +2 പാസ്സായിരിക്കണം. അറിയാമല്ലോ, +2 വേണമെന്ന് അറിയാമല്ലോ. +2 വേണം. +2ന് 50% മാർക്ക് വേണം. +2ന് 50% മാർക്ക്, +2 പാസ്സായിരിക്കണം, 50% മാർക്ക് പാസ്സായിരിക്കണം. പിന്നെ നിങ്ങളുടെ DED, ഓക്കെ, DLED എന്ന് പറയുന്ന DLED കോഴ്സ്, ഓക്കെ, DLED കോഴ്സ് പാസ്സായിരിക്കാം. ആ DLED കോഴ്സ് പാസ്സായിരിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെയും മാർക്ക് എന്ന് പറയുന്നത് എന്താ പറയുക 50% മാർക്കോട് കൂടി അതും പാസ്സായിരിക്കണം. അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ അതിൽ ചെറിയ ചെറിയ റിഡക്ഷൻസ് മീൻസ് കാസ്റ്റ് വിസകളുടെ റിഡക്ഷൻസും കാര്യങ്ങളൊക്കെ അതിൽ മിക്കവാറും കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ബാക്കിയുള്ള എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ ഒക്കെ പറയുന്നുണ്ട്, BLED, DLED, അങ്ങനെയുള്ള എക്സ്ട്രാ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയാ, BEd ഉള്ളവർക്ക് ഗ്രാജുവേഷൻ ഈ സ്ട്രീംസ് വിത്ത് മിനിമം 50% മാർക്ക്, ഡിഗ്രി പ്ലസ് BEd 55% മാർക്ക്, അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സോറി, ഓക്കെ, എന്താ പറയാ, അപ്പൊ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പിന്നെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്തിട്ട് മുമ്പ് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ, ഡിഗ്രി ഉള്ളവർക്കും സീറ്റെറ്റ് 1 എഴുതാം, BEd ഉള്ളവർക്കും സീറ്റെറ്റ് 1 എഴുതാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ്, പക്ഷെ അത് എഴുതിയിട്ട് കാര്യമില്ല, കാരണം പ്രൈമറി ടീച്ചേഴ്സിന് വിളിക്കുമ്പോഴത്തെ DLED കാരെ മാത്രമേ വിളിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ആ ഒരു ക്രൈറ്റീരിയ മാറ്റിയിരിക്കുന്നത്. അതായത് DED കാർക്ക് സീറ്റെറ്റ് 1ഉം BEd കാർക്ക് സീറ്റെറ്റ് 2 എന്നുള്ളതാക്കി മാറ്റിയിരിക്കുന്നത്. ഇനി സീറ്റെറ്റ് 2ന്റെ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ, നമ്മൾ 6 മുതൽ 8 വരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമുക്കറിയാം. അതിലൊരു ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ നോർമലായിട്ട് ഗ്രാജുവേഷന് 50% മാർക്ക്, അതുപോലെ തന്നെ അതായത് ഡിഗ്രിക്ക് 50% മാർക്ക് വേണം, അതുപോലെ തന്നെ BEdനും എന്ത് പറയാ 50% മാർക്ക് വേണം. അങ്ങനെയുള്ളവർക്കാണ് എന്തെഴുതാൻ പറ്റുന്നത്, നമ്മുടെ സീറ്റെറ്റ് 2 എഴുതാൻ പറ്റുന്നത്. ഓക്കെ, സീറ്റെറ്റ് 2 അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതിൽ റിസർവേഷനൊക്കെ ഉള്ളവർക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്, SC ST OBC PWD കാൻഡിഡേറ്റ് അവർക്കൊക്കെ 5% മിനിമം മാർക്ക് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% എന്നുള്ളത് 45% മതിയാവും. ഓക്കെ, BEd ആയിരുന്നാലും DLED ആയിരുന്നാലും ഡിഗ്രി ആയിരുന്നാലും 45% മാർക്ക് മതിയാവും. കാരണം ഈ ഒരു പെർസെന്റേജ് തന്നെയാണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക്, KVS ആയാലും NVS ആയാലും ഏതായാലും അവിടെ അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഈ ഒരു മാർക്ക് തന്നെയാണ് വരുന്നത്. 45 or 50% എന്നുള്ള മാർക്ക് നമ്മൾ അവിടെ അച്ചീവ് ചെയ്യണം, എങ്കിലേ മാത്രമേ, അല്ലാതെ നമ്മൾ സീറ്റെറ്റിന് ഹൈ മാർക്ക് ഉണ്ട് പക്ഷെ ഡിഗ്രി 45% കുറവാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ആ പരീക്ഷകൾക്കൊന്നും. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അപ്പൊ ഞാനൊന്ന് പറയാം. അതായത് സീറ്റെറ്റ് 1 ആണെങ്കിൽ നമ്മുടെ +2ന് 50% മാർക്ക്, അതുപോലെ തന്നെ DLEDനും 50% മാർക്ക്, ഇതുണ്ടെങ്കിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി സീറ്റെറ്റ് 2ലേക്ക് വരുമ്പോഴത്തേക്ക് ഡിഗ്രി കോഴ്സിന് 50% മാർക്ക്, അതുപോലെ തന്നെ BEdനും 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇവർക്കാണ് നോർമലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതില് 5% റിഡക്ഷൻ റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ എലിജിബിലിറ്റി നമ്മൾ കേട്ടിട്ട് എഴുതുന്നത് പോലെ തന്നെയാണ്. ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ 60% മാർക്ക് വേണം, 180 മാർക്കിനാണ് എക്സാം, അതിൽ 90 മാർക്ക് നമ്മൾ നേടിയിരിക്കണം. OBC SC ST PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ 55% മാർക്കാണ് വേണ്ടത്, അതായത് 82 മാർക്ക്, 150ന് 82 മാർക്ക് വാങ്ങിയിരിക്കണം. നമ്മുടെ കേറ്ററ്റ് പോലെ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല മാർക്കിന്റെ കാര്യത്തിൽ. ഓക്കെ, ഇനി ആ പേപ്പറിനെ കുറിച്ച് സീറ്റെറ്റ് 1 എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? സീറ്റെറ്റ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് സീറ്റെറ്റ് 1 നമുക്ക് പഠിക്കേണ്ടത്, 1ലേക്ക് വരുമ്പോഴത്തേക്ക് ചൈൽഡ് CDP എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി വിളിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി എന്ന് പറയുന്നതിൽ
30 മാർക്ക്, 30 മാർക്കിന് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി. അതുപോലെ ലാംഗ്വേജ് 1 അത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മൾ തിരഞ്ഞെടുക്കണമല്ലോ. അപ്പൊ അത് 30 മാർക്കിനാണ്. അതിന്റെ അത് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതിന്റെ പെഡഗോജി കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും 30 മാർക്കിന്. ലാംഗ്വേജ് 2 കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട, അതായത് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്ന കാര്യം, മലയാളമോ ഹിന്ദിയോ എന്ത് വേണം നമുക്ക് തിരഞ്ഞെടുക്കാം. അതിന് മലയാളമാണെങ്കിൽ 30 മാർക്ക്. ആ 30 മാർക്കിന് ഗ്രാമറും അതിന്റെ പെഡഗോജിയും കൂടെ വരും. ഓക്കെ. നെക്സ്റ്റ് മാത്തമെറ്റിക്സ്, കണക്ക് 30 മാർക്ക്. കണക്കുമായിട്ട് ബന്ധപ്പെട്ട, മാത്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ പെഡഗോജി. അടുത്ത എൻവയോൺമെന്റൽ സ്റ്റഡീസ്. ഓക്കെ. പരിസര ശാസ്ത്രം എന്ന് പറയുന്ന, പരിസര പഠനം എന്ന് പറയുന്നതിന് 30 മാർക്ക്. അതും ഇതുപോലെ തന്നെയാണ്, പരിസര പഠനവും അതിന്റെ പെഡഗോജി. ഓക്കെ. ഇത് നമ്മൾ ഇത് എല്ലാത്തിന്റെയും ഇവിടെ ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു തരത്തിലായതുകൊണ്ട്, ഇതൊരു പ്രൈമറി ടീച്ചറിന്റെ ഫുൾ സിലബസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇപ്പൊ CDP, ലാംഗ്വേജ് ഫസ്റ്റ്, ലാംഗ്വേജ് സെക്കൻഡ്, മാത്തമെറ്റിക്സ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, 5 പോർഷൻസ്. ഓക്കെ. 5 ഏരിയാസ്. ഈ 5 ഏരിയാസിലും ഇതിന്റെ പെഡഗോജിയും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. നമ്മൾ ഇവിടെ ഒന്നാമതായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ചൈൽഡ് ഡെവലപ്മെന്റ് പഠിക്കണം, അതിന്റെ പെഡഗോജി പഠിക്കണം. ബാക്കിയെല്ലാം അങ്ങനെ പറയുന്നില്ലെങ്കിലും അതിന്റെ എല്ലാം കൂടി പെഡഗോജിയും കൂടെ വരും. അതിനാണ് മൊത്തം 5 I3 15 അല്ലെ, എല്ലാത്തിനും 30 മാർക്ക് വെച്ചിട്ട് 150 മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അതില് 2.5 മണിക്കൂറാണ് 2.5 അല്ലെ 2.5 മണിക്കൂറാണ് നിങ്ങളുടെ പരീക്ഷ ടൈം എന്ന് പറയുന്നത്. ഇതാണ് CTET 1ന്റെ സിലബസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ് പഠിക്കാനായിട്ട്. അപ്പൊ ഇത് നമ്മൾ ക്ലാസ് നൽകുമ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും ക്ലാസ്സുകൾ നൽകും. അതിന്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള സെപ്പറേറ്റ് CDPയുടെ സെപ്പറേറ്റ് നോട്ട്സ്, പെഡഗോജിയുടെ ലാംഗ്വേജിന്റെയും, ലാംഗ്വേജ് ഫസ്റ്റ്, സെക്കൻഡ്, മാത്തമെറ്റിക്സ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, അതിന്റെ ക്ലാസ്സുകൾ പ്ലസ് പെഡഗോജി ക്ലാസ്സുകളും അതിന്റെ നോട്ട്സുകളും കറക്റ്റ് ആയിട്ട് നൽകുകയും ചെയ്യും. ഓക്കെ. അടുത്ത CTET 2ലേക്ക് വരുമ്പോഴത്തേക്ക്, CTET 2 എന്ന് പറയുന്നത് ഇതേ സെയിം പാറ്റേൺ തന്നെയാണ്. 5 സെക്ഷൻസ് ആണുള്ളത്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി. അതിൽ പഠിക്കേണ്ട ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. 5 മുതൽ 14 വയസ്സ് വരെയും, മീൻസ് 5 മുതൽ 10 വയസ്സ് വരെ അല്ലെ, 5ാം ക്ലാസ് വരെ വരുമ്പോഴത്തേക്ക് ഏകദേശം 5 മുതൽ 10 വയസ്സ് വരെയുള്ള ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി. അത് കഴിഞ്ഞിട്ടുള്ള പെഡഗോജിയാണ് 6 to 8ലേക്ക് വരുമ്പോഴത്തേക്ക് പഠിക്കേണ്ടത്. അതാണ് ഇവിടെ പഠിക്കേണ്ടത്. ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോജിയിൽ 30 മാർക്ക്. ബാക്കി നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ലാംഗ്വേജ് ഫസ്റ്റ്, സെക്കൻഡ്, ഓക്കെ, ലാംഗ്വേജ് ഫസ്റ്റ്, ലാംഗ്വേജ് സെക്കൻഡ്, മാത്തമെറ്റിക്സ് ആൻഡ് സയൻസ്. ഓക്കെ. അവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളണം, നേരത്തെ പറഞ്ഞ പോലെ അല്ല. ലാംഗ്വേജ് സെക്കൻഡ്, ഫസ്റ്റ്, തേർഡ് മാർക്കായി. ഇവിടെ മാത്തമെറ്റിക്സും സയൻസും അല്ലെ, കണക്കാൻഡ്. അപ്പൊ ഇവിടെ 3 90 മാർക്കായി. മാത്തമെറ്റിക്സ് ആൻഡ് സയൻസ് 60 ക്വസ്റ്റ്യൻസ്, 150 മാർക്ക്. ഇതാണ് ഒരു സെക്ഷൻസ്. ഇങ്ങനെയും തിരഞ്ഞെടുക്കാം. അതായത് മാത്തമെറ്റിക്സും സയൻസും തിരഞ്ഞെടുക്കുന്നവരുണ്ട് അല്ലെ, അങ്ങനെ അറിയാവുന്നവർക്ക് അത് പഠിക്കാം. അതല്ലാത്തവർക്ക് എന്തെടുക്കാം, സോഷ്യൽ സ്റ്റഡീസും സോഷ്യൽ സയൻസും അങ്ങനെയും തിരഞ്ഞെടുക്കാം. ഓക്കെ. 2 സെക്ഷൻസ് ഉണ്ട്. നമ്മൾ CTET 2 എഴുതുന്നത് പോലെ സെയിം സംവിധാനം തന്നെയാണ് ഇവിടെയും ഒരുക്കിയിരിക്കുന്നത്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്തമെറ്റിക്സും സയൻസും തിരഞ്ഞെടുക്കാം. സോഷ്യൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് സോഷ്യൽ സ്റ്റഡീസും സോഷ്യൽ സയൻസും തിരഞ്ഞെടുക്കാം. ഓക്കെ. ഇത്രയാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അതിന് 60 മാർക്ക് വെച്ചിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഈ ഒരു ലെവലിലാണ് പരീക്ഷ വരുന്നത്. അപ്പൊ ഇത് പഠിക്കുമ്പോഴത്തേക്ക് ഇവിടെയും ഈ മാത്തമെറ്റിക്സും സയൻസും പഠിക്കുമ്പോൾ, മാത്തമെറ്റിക്സും സയൻസും കൂടാതെ 30 മാർക്കിനുള്ള മാത്തമെറ്റിക്സ് പഠിക്കണം, 30 മാർക്കുള്ള മാത്തമെറ്റിക്സും സയൻസും പഠിക്കണം, അതിന്റെ പെഡഗോജിയും പഠിക്കണം. ഇവിടെയും 30 മാർക്കിനുള്ള സോഷ്യൽ സ്റ്റഡീസും സോഷ്യൽ സയൻസും പഠിക്കണം, അതിന്റെ പെഡഗോജി പഠിക്കണം. അങ്ങനെയാണ് 150 മാർക്ക്. അപ്പൊ ഈ ഒരു ശ്രേണിയിലാണ് അവിടെയും നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള എക്സാം പാറ്റേണും സിലബസും എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് CTET 1 6 മുതൽ 10, 11 വയസ്സ് വരെയുള്ള പെഡഗോജിയാണ്. ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്നവരുടെ പെഡഗോജിയാണ് CTET 1 നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. CTET 1 അതായത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ CTET 2ലേക്ക് വരുമ്പോഴത്തേക്ക് 11 മുതൽ 14 വയസ്സ് വരെ ഉള്ളവരുടെ സൈക്കോളജി ഓർ പെഡഗോജിയാണ്. ആ ഒരു ലെവലാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ. ചില കാര്യങ്ങളൊക്കെ സെയിം ആണ്, ചില കാര്യങ്ങൾ കുറച്ച് വ്യത്യാസങ്ങൾ വരും, അത്രേ ഉള്ളൂ. പഠിക്കാനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ അല്ലാതെയുള്ള ഒരു സിലബസ്, അതായത് ഇത് ഓരോന്നിലും CTET 1 സയൻസ് ഏതൊക്കെയാണ്, CTET 1 മാത്സ് ഏതൊക്കെയാണ്, CTET 2 സയൻസ് ഏതൊക്കെയാണ്, CTET 2 മാത്സ് ഏതൊക്കെയാണ്, CTET 2 സോഷ്യൽ സ്റ്റഡീസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള
ഒരു വീഡിയോ ഇതിന് ശേഷം ആ ഒരു സിലബസ് മാത്രമായിട്ടും ഇതിന്റെ കൂടെ അപ്ലോഡ് ചെയ്ത് തരാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് CTET-ന്റെ സിലബസും കാര്യങ്ങളും എന്ന് പറയുന്നത്. ഓക്കെ, നിലവിലുള്ള പാറ്റേൺ. ഇനി നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ടത്, നമ്മൾ വളരെ ടൈം ബീങ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, അതിന്റെ ഒരു സ്ട്രാറ്റജി നമ്മൾ നോക്കുകയാണെങ്കിൽ, CTET-മായിട്ടുള്ള സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ CDP ചൈൽഡ് ഡെവലപ്മെന്റ് നന്നായിട്ട് പഠിക്കണം, EVS NCERT ഫുള്ള് പഠിക്കണം, അതുപോലെ തന്നെ അതിന്റെ EVS-ന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, അതിന്റെ പെഡഗോജി, പിന്നെ മാത്സ് ആണെങ്കിൽ മാത്സിന്റെ പെഡഗോജി, സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസിന്റെ പെഡഗോജി, പിന്നെ CTET-ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം കൂടി നമ്മൾ നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പൊ ഈ സ്റ്റഡി സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക്, ഇതിന്റെ സ്റ്റഡി പാറ്റേണിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്, ഞാൻ ഈ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ CDP ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി നന്നായിട്ട് പഠിക്കുക. മാത്തമെറ്റിക്സ്, സയൻസ്, അതായത് CTET 1-ലേക്ക് വരുമ്പോഴത്തേക്ക് മാത്തമെറ്റിക്സ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ഇംഗ്ലീഷ്, പിന്നെ ഹിന്ദി നോർമലായിട്ട് മറ്റുള്ളവർക്ക്, നമുക്ക് ഇവിടെ മലയാളം പഠിച്ചാൽ മതിയാവും. ഇവിടെ മലയാളം പഠിക്കണം. ഓക്കെ, ഇവിടെ മലയാളം നമുക്ക് പഠിച്ചാൽ മതി. ഹിന്ദി അറിയാവുന്നവർക്ക് ഹിന്ദി പഠിക്കാം, മലയാളം അറിയാവുന്നവർക്ക് മലയാളം പഠിക്കാം. അപ്പൊ ഇതിന് കറക്റ്റായിട്ട് ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതിന്റെ കൂട്ടത്ത് നമ്മൾ ഇതിന്റെ PYQ ഡിസ്കസ് ചെയ്യുക, PYQ നോക്കുക. അതായത് 2-3 വർഷത്തെ PYQ എടുത്തിട്ട് ഡിസ്കസ് ചെയ്ത് അനലൈസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് CTET 1 എന്നുള്ളത്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കേരളത്തിനേക്കാളും എളുപ്പമാണ്. ഓക്കെ, പിന്നെ പേപ്പർ 2-ലേക്ക് വരുമ്പോഴത്തേക്ക് സയൻസ് ആൻഡ് മാത്സ് ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസും ഉണ്ട്. ഇല്ല, ഇത് രണ്ടും ഉണ്ട്. അപ്പൊ അത് രണ്ടും സ്പെഷ്യൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് CTET 2-കാർ പഠിക്കേണ്ടി വരും. ഓക്കെ, അതായത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ സയൻസും മാത്സും, സോഷ്യൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ സോഷ്യൽ സയൻസും. 60 മാർക്കാണല്ലോ, 60 മാർക്കാണ് അതില്. അതെന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് പ്ലസ് മാത്സ് പ്ലസ് അതിന്റെ പെഡഗോജി പഠിക്കണം. ഇവിടെയും സോഷ്യൽ സയൻസ് പ്ലസ് അതിന്റെ പെഡഗോജി പഠിക്കണം. ഓക്കെ, ആദ്യത്തെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി കൂടാതെ ഇതിന്റെയും പെഡഗോജി പഠിക്കണം. അപ്പൊ അതിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് ഇതിന്റെ കൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റ്, അതിൽ ആ തിയറീസിൽ പിയാഷെ, വൈഗോട്സ്കി, കോൾബർഗ്, CCE, RT Act 2009, NCF 2005, ഇപ്പൊ 2020 പഠിക്കണം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ബ്ലൂംസ് ടാക്സോണമി, ലാംഗ്വേജ് തോട്ട്സ്, ജെൻഡർ, മോട്ടിവേഷൻ, ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് അക്വിസിഷൻ, ലാംഗ്വേജ് സ്കിൽസ്, ഡയഗ്നോസ്റ്റിക്, റെമഡിയൽ ടീച്ചിങ്, TLM ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ്, ഇന്റഗ്രേറ്റഡ് സബ്ജക്ട് മാറ്റർ ടീച്ചിങ്, ഇങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് നല്ല ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇതിന്റെ കൂട്ടത്താണ് ഞാൻ പറഞ്ഞത് ബൾക്കായിട്ട് വരുന്ന, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള നമ്മുടെ CDP എന്ന് പറയുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോജിയും കൂടി അവിടെ പഠിക്കണം. ഇതെല്ലാം മറ്റ് സബ്ജക്റ്റുകളിൽ കോറിലേറ്റ് ചെയ്ത് പഠിക്കുകയും വേണം. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വളരെ ഭീകരമായിട്ട് തോന്നുമെങ്കിലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വാങ്ങിക്കേണ്ട. ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോജിക്ക് ഒരു 25 സ്കോർ ചെയ്യണം, മാത്തമെറ്റിക്സിന് ഒരു 15 മാർക്ക്, എൻവയോൺമെന്റൽ സ്റ്റഡീസിന് 25 മാർക്ക്, ഇംഗ്ലീഷിന് 15 മാർക്ക്, ഇവിടെ ഹിന്ദി എന്നുള്ളത് നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു 20 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം. അപ്പം 25 പ്ലസ് 25 50 പ്ലസ് 15 പ്ലസ് 65 70 80 110 അല്ലേ, 120 മാർക്കിലേക്ക് വരും. 120 നമുക്ക് വേണ്ട, ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതായത് ഈ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഈ 90 അല്ലെങ്കിൽ 82 എന്ന് പറയുന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോജിക് മാത്സ് 25 മാർക്ക് കിട്ടുന്ന ലെവലിലേക്ക് വരണം. 50 65 70 80 90 120 അല്ല 100 മാർക്കിലേക്ക് വരും. 100 മാർക്കിലേക്ക് വരും. ഈ 100 മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ പഠിക്കണം കേട്ടോ. 100 മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ പഠിക്കണം. എങ്കിലേ 90-ൽ 82-ലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് 82 കിട്ടിയാൽ മതി, അല്ലെങ്കിൽ 90 കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തത്തില്ല. അപ്പൊ ഇങ്ങനെ ഈ ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോജിക്ക് 25 മിനിമം മാർക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. മാത്തമെറ്റിക്സിന് 50 മാർക്ക്, 30 മാർക്കിന്റെ ഏരിയസ് ആണ്. എൻവയോൺമെന്റൽ സ്റ്റഡീസിന് 25 മാർക്ക്, ഇംഗ്ലീഷിന് 50 മാർക്ക്, മലയാളത്തിന് 20 മാർക്ക്. ഈ ഒരു ലെവലിൽ നമ്മൾ സ്കോർ ചെയ്യണമെങ്കിൽ ഈ CTET എന്ന് പറയുന്ന എക്സാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക.
സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പരീക്ഷ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും. ഏപ്രിൽ ഞാൻ പറഞ്ഞു ഏപ്രിൽ മാസത്തോടുകൂടി നോട്ടിഫിക്കേഷൻ വരും. ജൂലൈയിൽ എന്തായാലും എക്സാം കാണും. അപ്പൊ അത് അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നിങ്ങളുടെ ഇതിന്റെ സ്ട്രാറ്റജി പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യാനുള്ള പാകത്തിലേക്ക് ആകുക, പഠനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട് CTET-ന് വേണ്ടിയിട്ടുള്ള. അപ്പൊ അതിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ നമ്പർ വഴി വാട്സപ്പ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാനായിട്ട്. ഇനി RRB ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ, RRB ടീച്ചർ കോഴ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ജോയിൻ ചെയ്യാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, എനിവേ, അപ്പൊ ഇതാണ് നമ്മുടെ CTET എന്ന് പറയുന്ന ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് ഏജ് ആയിട്ടുണ്ട്, PSC എഴുതാൻ പറ്റുന്നില്ല, ബട്ട് ഇതിൽ എഴുതാൻ പറ്റും എന്നൊരു എന്താ പറയാ ഒത്തൊരുമ നിങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അപ്പൊ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. സംശയമുള്ളവരെ വിളിച്ച് ചോദിക്കുക. അപ്പം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.